ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിൽ. പാലക്കാട് റോഡ് ഷോ സംഘടിപ്പിക്കും. അല്പസമയത്തിനകം പാലക്കാട് മേഴ്സി കോളേജ് മൈതാനത്തെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്കായി റോഡ് മാർഗം അഞ്ചുവിളക്കിൽ എത്തും. എസ് വിജയകുമാറുണ്ട് പാലക്കാട് നിന്ന്. വിജയകുമാർ, പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തും. ഒരുക്കങ്ങൾ, അവസാനഘട്ട ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ എങ്ങനെയാണ്? ഒപ്പം തന്നെ ജനപങ്കാളിത്തം എങ്ങനെയാണ്? ഗോപിക, 10 മണിക്ക് ശേഷം ഏതാണ്ട് ഒരു 10:15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഴ്സി കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. അദ്ദേഹം 9:45 കഴിയുമ്പോഴാണ് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് യാത്ര തുടങ്ങുന്നത്. 10:30 റോഡ് ഷോ ആരംഭിക്കും. നമ്മൾ ഈ നിൽക്കുന്ന ഈ അഞ്ചുവിളക്ക് ജംഗ്ഷൻ മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. നമുക്കറിയാം, പാലക്കാട് ഏതാണ്ട് ഒരു 40-41 ഡിഗ്രി ചൂടാണ് കഴിഞ്ഞ ഒരാഴ്ചയായി. ഈ കടുത്ത വേനലിന് അവധി നൽകിയാണ് BJP പ്രവർത്തകർ ധാരാളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഇവിടെ കാത്തു നിൽക്കുന്നത്. വലിയ ചൂടിനെയൊക്കെ അവഗണിച്ച് ആളുകൾ എത്തുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വലിയ പരിപാടിയാണ് കേരളത്തിൽ നടക്കുന്നത്. പത്തനംതിട്ടയിൽ അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. അത് ഉച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനം കഴിഞ്ഞു. വൈകിട്ട് 3 മണിക്കായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. അതിനുശേഷം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് ശേഷം 2ാം ഘട്ട വോട്ടെടുപ്പ് കേരളത്തിൽ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യത്തെ റോഡ് ഷോ ആണ് പാലക്കാട്ട് നടക്കുന്നത്. പാലക്കാട് നമുക്കറിയാം BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങലും ഒക്കെ പോലെ BJP അവരുടെ സ്റ്റാർ മണ്ഡലങ്ങൾ എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് പാലക്കാട് കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ BJPക്ക് വേണ്ടി പ്രചാരണത്തിനെത്തുന്നു. BJPയുടെ ദേശീയ നേതൃത്വം പാലക്കാട് മണ്ഡലത്തെ വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, കഴിഞ്ഞ 3 മാസത്തിനിടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 5ാമത്തെ പൊതുപരിപാടിയാണ് ഈ പാലക്കാട്ട് നടക്കുന്നത്. കൊച്ചിയിൽ റോഡ് ഷോ ഉണ്ടായിരുന്നു, തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു, പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ പാലക്കാട് എത്തും, റോഡ് ഷോ സംഘടിപ്പിക്കും. എസ് വിജയകുമാറാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.